പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കി തട്ടിപ്പ് നടത്തുന്നവർ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. മൃതദേഹം കൊണ്ടുപോകാനുള്ള ആവശ്യമായി വരുന്ന ചെലവിൻ്റെ അംഗീകൃത നിരക്കും കോൺസുലേറ്റ് പങ്കുവച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ കോൺസുലേറ്റ് അംഗീകരിച്ച സംഘടനകളുടെ പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്. അമിത നിരക്ക് ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ കഴിഞ്ഞ നവംബറിൽ ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിന് തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. തട്ടിപ്പുകൾ തുടരുന്ന സാഹചര്യത്തിൽ കരുതിയിരിക്കണമെന്ന് കോൺസുലേറ്റ് പ്രവാസികളോട് അഭ്യർത്ഥിച്ചു. UAE നിയമപ്രകാരം ഒരു ജീവനക്കാരൻ മരിച്ചാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ ചെലവും വഹിക്കേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ്. തൊഴിലുടമയോ സ്പോൺസറോ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് കോൺസുലേറ്റിന്റെ സഹായം ആവശ്യമായി വരുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് വഴി കോൺസുലേറ്റ് സൗജന്യമായ സേവനം ലഭ്യമാക്കും. മരണ സർട്ടിഫിക്കറ്റിന് 110 മുതൽ 140 ദിർഹം വരെ ചെലവ് വരും. എംബാമിങ്ങിന് 1072 ദിർഹമാണ് നിരക്ക്. ആംബുലൻസിന് 220 ദിർഹമാണ് ദുബായിലെ വാടക. മറ്റ് എമിറേറ്റുകളിൽ ഇത് വ്യത്യാസം വരും. ശവപ്പെട്ടിക്ക് 1840 ദിർഹമാണ് നിരക്ക്. എയർ കാർഗോ നിരക്ക് 1800 ദിർഹം മുതൽ 2500 ദിർഹം വരെയാകും. ഈ നിരക്ക് വിമാന കമ്പനി, നാട്ടിലെ എയർപോർട്ട് എന്നിവയ്ക്കനുസരിച്ച് മാറ്റമുണ്ടാകുമെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി. ദുബായിൽ നിന്നും വടക്കൻ എമിറേറ്റുകളിൽ നിന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ അംഗീകരിച്ച സംഘടനകളുടെ പട്ടികയും കോൺസുലേറ്റ് പങ്കുവച്ചു. അംഗീകൃത നിരക്കിനു പുറമെ ഈ സംഘടനകൾ നാമമാത്രമായ സർവീസ് ഫീസും ഈടാക്കുമെന്നും കോൺസുലേറ്റ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സഹായത്തിനായി 050 734 7676 അല്ലെങ്കിൽ 800 46 342 എന്ന ഹെൽപ്പ് ലൈനുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ജനം, ദുബായ്.